ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഉമ്മുൽ കുയിലുള്ള ദി സൂ വൈൽഡ് ലൈഫ് പാർക്കിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ സൂവിൻ്റെ ഒരു എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൽ തന്നെ എന്തോ ഒരു ബേർഡ് ഉണ്ട് കേട്ടോ. കാണാനൊരു മയിലിനെ പോലത്തെ ഒരു ഫീൽ ഉണ്ട്, പക്ഷെ മയിലല്ല, എന്തോ ഒരു തരം ബേർഡാണ് കേട്ടോ ഇത്. പിന്നെ ഫസ്റ്റ് തന്നെ ഐ ലവ് ദി സൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. മമത ആ വണ്ടി കണ്ടിട്ട് അതിൻ്റെ അടുത്താണ് പോകുന്നത്. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ വൈൽഡ് ആനിമൽസിനാൽ ഇത്ര അടുത്തുനിന്ന് കാണാന്ന് പറയുമ്പോൾ അവർക്ക്. പിന്നെ അവർ ഇതുവരെ ഇതൊന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പാർക്ക് പോയിട്ട് ഓരോ റൈഡിൽ കളിക്കാന്നല്ലാണ്ട് ഇങ്ങനത്തെ അടുത്തെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ വരുന്നത്. പിന്നെ എൻട്രൻസിൽ തന്നെ കുറേ ജിറാഫൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മൃഗത്തിനും ഇങ്ങനെ ഫീഡാക്കാം. നമ്മളിങ്ങനെ അടുത്ത് നമ്മൾ വാങ്ങിക്കണം കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിനെ ഫീഡാക്കാം. എന്തോ എന്തോ ഒരു സംഭവമാണ്. അതിലേക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കൊടുക്കുന്ന മൊത്തം തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ പുലി, സിംഹം, കരടി അങ്ങനത്താണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷന്. പിന്നെ ഈ സൂവിൻ്റെ ഇങ്ങനെ UAE കുറേ സൂ ഉണ്ട്. പക്ഷേ ഈ സൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആനിമൽസിൻ്റെ അടുത്തും ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ. നമുക്കെല്ലാം എടുത്ത് കളിക്കാം, ഫോട്ടോസ് പിടിക്കാം, അങ്ങനത്തെ എന്തെല്ലാം സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ തൊടാം, അങ്ങനെല്ലാം ചെയ്യാം. പക്ഷെ ഒന്നും ചെയ്യൂല. ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടെടുത്തതോടൊന്നും ചെയ്യുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഒരു വിഷമയില്ല. പക്ഷെ സൂ നല്ല അടിപൊളി സൂ ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വീഡിയോ എല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിലെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വീക്കെൻഡിലൊക്കെ വന്നാൽ ഇങ്ങനെ പാമ്പ്, പിന്നെ ബേബി ടൈഗറിനെല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാം, അതിൻ്റെ ഒപ്പം ഇങ്ങനെ കളിക്കുക, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര ലക്കുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന്. നമ്മൾ വീക്കെൻഡിൽ തന്നെ, നമ്മൾ സൺഡേ തന്നെയാണ് കേട്ടോ പോയത്. പക്ഷെ അതൊന്നും ഇല്ല, എന്താണെന്നറിയില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ജിറാഫ് തന്നെ കുറച്ച് ബേർഡ്സ് ആണ് കേട്ടോ. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയത്തക്ക ബെല്ലി അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ ഗൂമൺ എന്നെല്ലാം പറയില്ല, അങ്ങനത്തെ സംഭവമാണ് ഫസ്റ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ കാക്കച്ചിനെ പോലെ ഇവരെ പിടിച്ച കേജിലിട്ടിന് കേട്ടോ. ഒരാൾ നല്ല ഉറക്കാണ് കേട്ടോ. പകല് പിന്നെ അവർക്ക് കണ്ണാണാത്തോണ്ടെല്ലാം തോന്നുന്നത് നല്ല ഉറക്കാ. ഇത് പരുന്ത് എന്നെല്ലാം പറയില്ല, ആ സംഭവമാണ് കേട്ടോ ഇത്. മമ്മദിന് പേടിയാണ് കേട്ടോ അതിൻ്റെ അടുത്തൊക്കെ പോവാൻ. ഇതിനെല്ലാം നമുക്ക് തൊട്ട് ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഇത് വന്ന് കൊത്തുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ നമ്മൾ തൊടാനൊന്നും പോയിട്ടില്ല. പിന്നെ അവരെ വിട്ടിട്ടും ഇല്ല കേട്ടോ. പിന്നെ ഇതെന്തോ ഒരു ഇങ്ങനെ ഗുഹ പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ സൈഡിൽ നല്ല ഇങ്ങനെ അക്വേറിയം പോലെ സെറ്റാക്കിയിട്ട് കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല കളർ ഫിഷായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അവരിങ്ങനെ കയ്യെല്ലാം ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ സൈഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കയ്യെല്ലാം ഇട്ട് ഇതാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഡക്ക് ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്. നമ്മളെ തൊട്ടു അതന്നെ നമ്മളെ ഇങ്ങനത്തെ ഡ്രസ്സ് ഷോളെല്ലാം ഇങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷെ ഇങ്ങനെ കൊത്തുന്ന പോലെല്ലാം ആക്കുമ്പോൾ പേടിയാകുന്നുണ്ട്. അല്ലാണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് കളിക്കാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അതിനൊരു മടുപ്പ് പിടിച്ചെന്ന് തോന്നി. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എല്ലാം ഇങ്ങനെ പ്രാണികൾ നല്ല ആക്റ്റീവായിട്ടുണ്ടായേ. നമ്മൾ വന്ന സമയത്ത് എല്ലാം ഡൗൺ ആണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് അറിയില്ല, ഫുള്ള് ഡൗൺ ആയിരുന്നു. പിന്നെ ഇത് ആമയാണ് കേട്ടോ. ഇതിൻ്റെ ലൈഫ് സ്പാം എന്ന് പറഞ്ഞാൽ 200 കൊല്ലമാണ്. ഇതിന് ഇപ്പം തന്നെ 80 വയസ്സായി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിന് വയസ്സായ ഒരു ആമ ഭയങ്കര വലുതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അതിനിങ്ങനെ തൊടുക എല്ലാം ചെയ്യാൻ.
പിന്നെ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ, പക്ഷെ ഇതിനൊക്കെ നമ്മൾ മൈസൂർ സൂവിലാണ് ഇങ്ങനെ തന്നെ വെള്ള കളർ മയിലിനെയും ഇങ്ങനെ എന്താ വെള്ള കളർ ലയനൊക്കെ കണ്ടത്. ഇത് സാധാ നമ്മളെ നാട്ടിലുള്ള അതേ മയിലാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ റൈഡ്സിൽ ക്യാമൽ റൈഡും പിന്നെ ഹോഴ്സ് റൈഡും ആണ് കേട്ടോ ഇവിടെ ഉണ്ടായത്. പിന്നെ അന്നത്തെ ദിവസം ഹോഴ്സ് റൈഡ് അവിടെ ഉണ്ടായിട്ടില്ല, അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ക്യാമൽ റൈഡ് ഉണ്ടായിട്ടാ. പിന്നെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ നമ്മൾ ക്യാമൽ റൈഡൊക്കെ ചെയ്താൽ പിന്നെ എവറിഡേ ബാറ്ററി പൂച്ചനങ്കായി കടയായിരിക്കും. അതിനെ കൊണ്ട് നമ്മൾ അങ്ങനത്തെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല കേട്ടാ. കുട്ടികളിങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കുന്നല്ലേ. അതെന്ന് പറഞ്ഞാൽ ഋഷു ഒരിക്കൽ എക്സ്പീരിയൻസ് ആക്കിന് കേട്ടോ. നമ്മളൊരിക്കൽ ബീച്ചിൽ പോയപ്പോൾ ക്യാമൽ റൈഡ് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടീനെ. അതിനെ കൊണ്ട് അവർക്ക് അതിനെ വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ അടുത്ത് പോയി തൊട്ട് ഇതാക്കുന്നെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആടെ കാണുന്ന ആൾക്കാർ ഓരെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, അതാ തൊടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ കുറേ തരം ബേർഡ്സ് ഒന്നും ഇല്ല, അങ്ങനെ എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുറച്ചിങ്ങനെ ബേർഡ്സ് മാത്രമേ ഇല്ലൂ കേട്ടോ. ഇങ്ങനെ കുറച്ചൊരു എന്താ പറയുക ഇങ്ങനത്തെ മയിലും അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങളേ ഇല്ലൂ. പിന്നെ ഇതൊരു ഗുഹയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല പേടിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ സൗണ്ട് വരുമ്പോൾ എന്തോ ഉണ്ടാവും, നമ്മൾ സ്കാരി വില്ലയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സംഭവം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയായാലും നമുക്ക് മനസ്സിലായി ഒന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കെട്ടിയതാണ്, കുറച്ച് ഒരു ലൈറ്റിങ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ലേ. എന്നാലും നല്ല രസമുണ്ട്. ഇങ്ങനെ വന്ന് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ച് നല്ല ഇങ്ങനെ അത്ര വെയിൽ ഇങ്ങനെ ആകുന്നില്ല, നല്ല കുറച്ചൊരു തണുപ്പുള്ള പോലെ ഉണ്ട്. ഇതാണ് കേട്ടോ എന്താ പറയുക, ഡോങ്കി കഴുതയാണ്. മമ്മേനോട് തൊടു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഖം നോക്കിയാൽ ഞാൻ തൊടൂല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഇങ്ങനെ വയറിൻ്റെ ആടെല്ലാം ഇങ്ങനെ തൊട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തൊടാൻ പറ്റുന്ന പ്രാണികൾക്കൊക്കെ ഇങ്ങനെ കുറച്ച് വലിയ ഗ്യാപ്പുള്ള ഗ്രില്ലാണ് കേട്ടോ ഇട്ടിനെ. പിന്നെ നമുക്കിങ്ങനെ തൊടാൻ പറ്റാത്ത ഇങ്ങനെ ടൈഗർ, ലയന് അതിനൊക്കെ അവർ ഭയങ്കര സേഫ്റ്റിയിലുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗ്രിൽസാണ് ഇട്ടിനെ. ഫസ്റ്റൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട ആ സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ വലിയ ഗ്രില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കുട്ടികളിങ്ങനെ കയ്യിൽ ഇടുന്ന ഇതുകൊണ്ട് അവർ ഗ്രിൽസൊക്കെ ഇങ്ങനെ ചെറുതാക്കി എന്നാണ് അടുത്ത അയാൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്ക് ഒരാൾ ഇങ്ങനെ എന്ത് പറഞ്ഞു തരാനോ ഇപ്പം നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുക. പിന്നെ നമ്മളിങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ അവരെ കുറച്ചിങ്ങനെ കണ്ട് കുട്ടികളിങ്ങനെ കുറച്ച് അതന്നെ നോക്കി നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ അവർ കുറേ സമയം നമ്മളപ്പോൾ നിൽക്കണമല്ലോ വിചാരിച്ചാൽ നമ്മൾ അതൊന്നും ഇതാക്കിയിട്ടില്ലേ. ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഇത് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ടൈഗർ അല്ല, ഇതെന്ത് ചിരത്ത് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓരോരോ പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന കൂടിലൊക്കെ ഇങ്ങനെ ലയനും ടൈഗറൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്താ അങ്ങനെ പൂട്ടിയിട്ടേന്ന് അറിയില്ല, ഇങ്ങനെ പുറത്തോട്ടൊന്നും വരാമെങ്കിൽ. ഇതെന്താ സംഭവമാണെന്ന് അറിയില്ല. ഇത് എന്തോ നായിനെ പോലെ ഉണ്ട്, അതിൻ്റെ മേത്ത് ഇങ്ങനെ ചുക്കി ചുക്കി പോലത്തെ എന്തോ ഇതുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയില്ല, ചെന്നായി ആണോ ഒന്നും അറിയില്ല, ഇതെന്താ സാധനം എന്നറിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂം ആക്കിയിട്ട് കിട്ടുന്നില്ല, ഇത് ചെറിയ ഗ്രില്ലായതുകൊണ്ട് തന്നെ കിട്ടുന്നില്ല. അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ എന്തോ പ്രാണികളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ലയനാണ്. എല്ലാത്തിനും പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ, ലയനായാലും എല്ലാത്തിനും. ചൂടെടുക്കുന്നു. പിന്നെ നമ്മൾ വീഡിയോ കണ്ട സമയത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന്. പക്ഷെ നമ്മൾ പോയ സമയത്ത് എല്ലാം ഡൗൺ ആണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അറേബ്യൻ ഒറിക്സ് ആണ് കേട്ടോ. ഇത് UAE നാഷണൽ ആനിമലാണ്. ഇതെന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആടുമല്ല മാനും അല്ലാത്തൊരു സംഭവം, അങ്ങനത്തെ ഒരു ടൈപ്പുള്ള ഒരു പ്രാണിയാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ സ്ട്രൈറ്റ് അല്ല, ഇന്നൊന്നിൻ്റെ കുറച്ച് വളഞ്ഞിട്ടാണ് കേട്ടോ. എല്ലാവരും നല്ല ഉച്ചമയക്കത്തിലാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടാണ് തോന്നുന്നത്. കണ്ടില്ല, ഇത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിനെ തുറന്ന് വിട്ടിട്ടില്ല. പക്ഷെ അതിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നല്ല ഇങ്ങനെ നടക്കുന്നുണ്ട്.
ഇത് നേരത്തെ ആ കണ്ട സംഭവത്തിൻ്റെ ഇന്നൊന്നാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ കൊമ്പ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ, ബാക്കി എല്ലാ സംഭവം ഒരേപോലെ തന്നെ കേട്ടോ. പിന്നെ ഇവർക്ക് തന്നെ ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാ കേജിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൂളിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് അവർക്ക് വെള്ളം കുടിക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല, പക്ഷെ അവരൊക്കെ അതിൽ കയറി കടന്നിന് കേട്ടോ. അതിന് ചൂടായതുകൊണ്ടായിരിക്കും, നല്ല ചൂടേന്. സമ്മർ സീസൺ ആയാൽ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ അധികം തിരക്കൊന്നുമില്ല. സമ്മർ സീസണിൽ ആരും ഇങ്ങനെ ഔട്ട്ഡോറൊന്നും ഇങ്ങനെ പോകില്ലല്ലോ, എല്ലാവരും ഇൻഡോറല്ലേ. പക്ഷെ നമ്മൾ പോയ സമയത്ത് എന്നാൽ ആൾക്കാരുണ്ടേനു, അങ്ങനെ വലിയ ക്രൗഡൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ UAE എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ പറയാം. നല്ല ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും ഇങ്ങനത്തെ വൈൽഡ് ആനിമൽസിനൊക്കെ അവരിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അവരിങ്ങനെ ഫോണിലും TV-ലും ബുക്സിലൊക്കെ കണ്ടത് ഇങ്ങനെ ശരിക്കും റിയലായിട്ട് കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷം എന്താ പറയാൻ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കൂലേ. പിന്നെ നമ്മളിങ്ങനെ ഒച്ചപ്പാടെല്ലാം ആക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ ഇതാക്കുന്നെല്ലാം ഉണ്ടേ. മുഹമ്മദ് കരീന്ന് ഒച്ച കേട്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ നോക്കുന്നത്. എല്ലാം ഫുള്ള് റെസ്റ്റ് എടുക്കാണ് കേട്ടോ, ഒന്നും ആക്റ്റീവ് അല്ല, എല്ലാം ഫുള്ള് റെസ്റ്റിലാണ്. ടൈഗറൊക്കെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ടൈഗേഴ്സ് ഉണ്ട്. ലയനായാലും ടൈഗറൊക്കെ കുറേ ഉണ്ട്. ഇവിടെ അധികം ഉള്ളത് ഇങ്ങനത്തെ സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ ഒപ്പം നമുക്ക് ഇങ്ങനെ ഫോട്ടോസും അതിനെ തൊടണമൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. എത്ര 200 ദിർഹംസ് കേട്ടോ ചാർജ് ഉണ്ട്. ഇത് ആടാണ് കേട്ടോ, പക്ഷെ ഇതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര ഒരു അങ്ങനെ നമ്മളിപ്പോൾ ചെമ്മരിയാടിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, അതൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ അടുത്ത് എത്തിയാലും. പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആടിനും പശുവിനും കോയിനൊക്കെ കാണുമ്പോൾ അത്ര വലിയ അതിൻ്റെ അടുത്തേ പോകുന്നില്ല. എന്നാൽ അവരിത് നാട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടുവരുന്നതുകൊണ്ട് അവർക്കിത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ പുലി സിംഹത്തിനൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇതിനൊന്നും കാണുമ്പോൾ അവർ മൈൻഡാക്കുന്നേ ഇല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ വലിയൊരു കേജസ് ഒന്നുമല്ല, ചെറിയ ചെറിയ കേജാണ് കേട്ടോ ഇത് കാണുന്ന. കേജസൊക്കെ ചെറുതാണ്. ഇത് വൈറ്റ് കളറാണ് കേട്ടോ, അതിൻ്റെ പുള്ളി ഉള്ളതുകൊണ്ട് വൈറ്റ് കളർ ടൈഗർ എന്തുവാണ്. ഇത് ക്രൊക്കോഡൈൽ കേട്ടോ. ക്രൊക്കോഡൈൽ ഞാൻ വിചാരിച്ച് ഡമ്മി ആയിരിക്കും. ഇത് ഡമ്മിയൊന്നുമല്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഇത് ഇങ്ങനെ മെല്ലെ മൂവാൻ തുടങ്ങിയേ. പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വലിയവരൊന്നുമില്ല, ഇങ്ങനെ വൈൽഡ് ആനിമൽസിനൊക്കെ കാണുമ്പോൾ കുട്ടികളായാലും വലിയ ആൾക്കായാലും ഒരു വല്ലാത്തൊരു ഫീലായിരിക്കൂലേ. ഇത് നമ്മളിങ്ങനെ ഡെയിലി കാണുന്ന സംഭവം ഒന്നുമല്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ഫീലല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കൂട്ടിൽ ഇതൊറ്റക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആടുന്ന കണ്ടതിനും കാട്ടിയെല്ലാം കുറച്ച് വലിയ ടൈഗറാണ് കേട്ടോ ഇത്. എന്താ ഇതിനൊറ്റക്ക് ഇട്ടേന്നറിയില്ല, ഈ കേജിൽ ഇതൊറ്റക്കാന്ന്. പിന്നെ ഇതിങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ സർച്ചാക്കി നോക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നില്ല, ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ. ഇതൊരു പ്രത്യേകം തരം കുരങ്ങാട്ടോ, നല്ല ക്യൂട്ടായിട്ട് നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. നമ്മളിങ്ങനെ നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു മങ്കിയൊന്നും ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ ക്യാപ്പൊക്കെ ഇട്ട പോലത്തെ ഒരു നല്ല രസമുണ്ട് കേട്ടോ ഇതിനെ കാണാനായിട്ട്. ഇങ്ങനെ എന്തോ മനക്കെട്ട് എന്തോ തിന്നുന്നെല്ലാം ഉണ്ട്, നല്ല രസമായി. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇതിനെ കാണാൻ. കുട്ടികൾക്കായാലും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ഈ സംഭവത്തിന്. ഇങ്ങനെ കുഞ്ഞായിട്ട് കാണാൻ നല്ലുണ്ട്. പിന്നെ ഇതിൻ്റെ കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ടച്ചാക്കി നോക്കുന്നുണ്ട്. പിന്നെ അതന്നെ നമ്മളെ ടച്ചാക്കിയിട്ട് നമ്മളെ ഷോളും ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചെല്ലാം നോക്കുന്നുണ്ട്. മമ്മൂതെല്ലാം അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് അവൻ പറയുന്നുണ്ട് തൊടാൻ വിടുന്നുണ്ട് ഉമ്മ, തൊടാൻ വിടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. പിന്നെ കോയിയും കുരങ്ങും ഫ്രണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അവർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നല്ല കമ്മ്യൂണിക്കേഷനാണ്. ഇത് കുറേ നമ്മൾ വന്ന സമയം തൊട്ട് ഇതെന്തോ കൊള്ളിയാൻ പറ്റാൻ തോന്നുന്നു തിന്നുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ കൂട്ടിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ചൊന്നല്ല കുറേ കുരങ്ങുണ്ട്. ഇതിങ്ങനെ നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അമ്മേൻ്റെ കയ്യിൽ ഇങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ കണ്ടിട്ട് അതന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്.
കോഴിയും കുരങ്ങും നല്ല ഫ്രണ്ടാട്ടാ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്ന സാധാ പൂവൻകോഴി എന്നൊക്കെ പറയുന്ന അതേ സംഭവം. ഇങ്ങനെ ചെറിയ കുഞ്ഞി കുട്ടികളെല്ലാം ഉണ്ട് കേട്ടോ. കുറേ കുഞ്ഞി കുഞ്ഞി കുട്ടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ തലയെല്ലാം കുട്ടിയൊക്കെ നോക്കി കൊടുക്കുന്ന അതേപോലത്തെ ഒരു ഫീൽ ആട്ടോ നമുക്കിത് കണ്ടപ്പോൾ. ശരിക്കും നമ്മളെല്ലാം ആക്കുന്ന പോലെ തന്നെ ആട്ടോ അത് ആക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലോണം അതിങ്ങനെ ഇതാക്കുന്നുണ്ട്, അതിങ്ങനെ ഫുള്ള് ഇതാകുന്നുണ്ട്. അതിനെ വിടുന്നില്ല കേട്ടോ ഇങ്ങോട്ടും. ഇതൊരു നോക്ക് ശരിക്കും ഒരു ക്യാപ്പ് ഇട്ട ഒരു മങ്കിനെ പോലത്തെ ഒരു ഫീലില്ല ഇതിനെ കാണുമ്പോൾ. നമ്മളെ നാട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു മുഖം ഒരു വൈറ്റോ അല്ലെങ്കിൽ ഒരു പിങ്കൊക്കെ ആയിരിക്കും. ഇത് ഈ ചെറിയ കുട്ടീൻ്റെ ആ ഒരു കളറ് ഇതേപോലെ അല്ലല്ലോ ഉണ്ടാവുക. ഇതൊരു എന്തോ ഒരു തരം നട്ടാണ് ഇത്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ അനിമൽസ് ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഇതൊരു ലോങ് വീഡിയോ ആയിപ്പോവും. അതിനെക്കൊണ്ട് ഞാൻ പാർട്ട് 2 ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ്സാക്കണേ. ബെല്ലൈക്കൻ പ്രസ്സാക്കുമ്പോൾ മറക്കരുത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എല്ലാവരും പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊരു പ്രത്യേക തരം കോഴിയാണ്. നമ്മളൊക്കെ പറയല് ഇതിനെ സോക്സ് ഇട്ട കോഴി എന്നാട്ടോ. നമ്മളിങ്ങനെ നാട്ടിലൊക്കെ ആ സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിനെ. നമ്മൾ പറയൽ നല്ല രസമായി കോഴിനെ കാണാൻ. നമ്മൾ സോക്സ് ഇട്ട കോഴി എന്നാണ് കേട്ടോ പറയൽ. അപ്പം നെക്സ്റ്റ് ഫുള്ള് ഇനി പാർട്ട് 2 കാണാം. നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ പാർട്ട് 2 എന്താണെന്നറിയാം. അപ്പം ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും.